സുരേഷ്, ഇന്ന് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കളക്ടർ. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? ഇപ്പോഴും നല്ല മഴ തുടരുന്നുണ്ടോ? കോട്ടയത്ത് ഇന്ന് 2 ദിവസമായി മഴ തുടരുകയാണ്. ഇന്ന് രാവിലെയും കനത്ത മഴയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടത്. ഇന്ന് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മഴയും കനത്ത കാറ്റും ഉണ്ടാകും എന്നാണ് ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനം. ഇതേ തുടർന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ മേഖലകളിൽ മഴ തുടരുന്നുണ്ട്. മീൻചിലാർ അടക്കമുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ അപകടകരമായ നിലയിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും മഴയുടെ സാധ്യത തള്ളിക്കളയുവാൻ പറ്റില്ല. രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും മഴ പെയ്യുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ കനത്ത മഴയിൽ കാറ്റിൽ വലിയ കാറ്റ് ഇന്നലെ രാവിലെ ജില്ലയിലെമ്പാടും വീശിയടിച്ചു. അതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും റോഡിൽ മരം കടപുഴകി വീണാണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഇതെല്ലാം പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി മാറ്റുകയായിരുന്നു. മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സുരേഷ്, കോട്ടയത്തിന്റെ മലയോര മേഖലകളിലെ സാഹചര്യം എങ്ങനെയാണ്? ഏതെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? ദുരിതാശ്വാസ ക്യാമ്പുകൾ എവിടെയെങ്കിലും തുറക്കേണ്ടി വന്നിട്ടുണ്ടോ? ആരംഭിച്ചിട്ടില്ല. എന്നാൽ മലയോര മേഖലയിലുള്ളവര് ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. മണ്ണിടിച്ചിൽ അതുപോലെ തന്നെയുള്ള ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിലേക്ക് മാറണമെന്നും മറ്റുള്ള സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുണ്ടക്കയം, കോരത്തോട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ മരം വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മണിമലയാറ് അടക്കമുള്ള ജലാശയങ്ങളിൽ നീരൊഴുക്ക് കൂടിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അപകടകരമായ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരി സുരേഷ്, കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയെല്ലാം കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള ജാഗ്രത തന്നെയാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുറക്കേണ്ടി വന്നിട്ടില്ല. മഴ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്തെയും ഇടുക്കിയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലും കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും. ഈ കനത്ത മഴയെ തുടർന്ന് മലയോര മേഖലയിൽ അതീവ ജാഗ്രത നൽകിയിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.